US എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫ് പറയുന്നത് US-ഉം യൂറോപ്യൻ കൺട്രീസും ഒരുമിച്ച് ചേർന്ന് യുക്രൈന് ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. അതായത് ആർട്ടിക്കിൾ 5 സെക്യൂരിറ്റി അവർക്ക് ഡയറക്ട്ലി US-ഉം യൂറോപ്യൻ കൺട്രീസും ചേർന്ന് യുക്രൈന് പ്രൊവൈഡ് ചെയ്യും. നേറ്റോയിൽ നിന്നായിരിക്കില്ല ഈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, പക്ഷേ US-ഉം യൂറോപ്യൻ കൺട്രീസും ചേർന്ന് ഒരു സെക്യൂരിറ്റി യുക്രൈന് പ്രൊവൈഡ് ചെയ്യും. US-ഉം റഷ്യയും അലാസ്ക സമ്മിറ്റിൽ ഇത് എഗ്രി ചെയ്തു. ഇതിന് സമ്മതമാണോ എന്നുള്ളത് സെലൻസ്കിയുമായിട്ട് ട്രംപ് ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ആർട്ടിക്കിൾ 5 എന്ന് നോക്കാം. അതായത് 1949 ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു പരസ്പര സഹായ ഉടമ്പടി ഉണ്ടാക്കുക. സോവിയറ്റ് യൂണിയൻ മറ്റുള്ള ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലേക്ക് കടന്നു കയറാനുള്ള സാധ്യതയെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. അതായത് ഒരു കളക്റ്റീവ് ഡിഫൻസ് എൻഷുർ ചെയ്യുക. ഒരു നേറ്റോ മെമ്പറിനെ അറ്റാക്ക് ചെയ്താൽ ബാക്കിയുള്ള നേറ്റോ മെമ്പേഴ്സ് എല്ലാം കളക്റ്റീവായിട്ട് ചേർന്ന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ 5-ൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് മെമ്പർ കൺട്രീസിന്റെ ഇഷ്ടത്തിന് അനുസരിച്ചാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇൻവോക്ക് ചെയ്തത് 2001 സെപ്റ്റംബർ 11 അറ്റാക്ക് നടന്ന സമയത്ത്. സെപ്റ്റംബർ 12 ആണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത് ഇൻവോക്ക് ചെയ്തത്. US അഫ്ഗാനിസ്ഥാനിലേക്ക് ഇൻവേഡ് ചെയ്തു. അത് നേറ്റോ അലൈസ് ആണ് അതിനുള്ള സഹായം ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും എന്നാണ് ഇപ്പോൾ US എൻഷുർ ചെയ്തിരിക്കുന്നത്.